മൊത്തത്തിൽ പൊടി ചളി ഒക്കെ ഉണ്ട്. കാറ്റിൽ മഴയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് തുണി എടുത്ത് തുടച്ചാൽ തന്നെ ബോഡിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരും. 250 റുപ്യക്ക് അല്ലെങ്കിൽ 200 റുപ്യക്ക് അത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളതൊക്കെ. ഹായ് ജയമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു പ്രൈവറ്റ് വണ്ടീൻ്റെ ബാറ്ററി വാങ്ങിയിട്ട് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ബാറ്ററിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. SF സോണിക്കിൻ്റെ ബാറ്ററി കൊള്ളത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു. ഞാൻ അത്ര നന്നാക്കി പറയുമെന്നല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ എൻ്റെ യാത്രകളിലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററി. കാര്യമായിട്ട് ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ ഈ ബാറ്ററി ആയിരിക്കും ഉണ്ടാവുക, അതാണ് മെയിനായിട്ടുള്ള വിഷയം. പിന്നെ ഈ ബാറ്ററി ബാറ്ററി പരമായിട്ട് ഈ ബാറ്ററി അവിടെ തങ്ങിച്ചിട്ടൊന്നുമില്ല, കംപ്ലൈൻറ്റും അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞൊരു ബാറ്ററി മാത്രമാണ് എനിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നത്. അത് പിന്നെ പരിഹരിക്കുകയും ചെയ്തു. നമ്മുടെ ബാറ്ററി കേട്ടാ, അങ്ങനെയെങ്കിൽ ബാറ്ററി കുടുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ കണ്ട മൊത്തത്തിൽ പൊടി ചളി ഒക്കെ ഉണ്ട്. കൈകളൊന്നുമില്ലല്ലോ, നമ്മളിവിടെ തന്നെ നിർത്തിയിട്ടൊക്കെ അല്ലേ. എന്തായാലും നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്, കൊള്ളാം. നല്ല രീതിയിൽ പുകയൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പം ഉണ്ടോ പുക? റേസ് ആക്കുമ്പോൾ ചെറിയൊരു പുക ഉണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഓവർ റേസ് ആക്കുമ്പോൾ ചെറിയൊരു പുക ഉണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ പരിപാടി വെച്ചാൽ ഈ വണ്ടീനെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയിട്ട് ഈ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് കഴുകണം. ആ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിൽ കിടക്കട്ടെ. എന്നിട്ട് ഇത് ഓടിക്കാൻ വേണ്ടി പറ്റി വെച്ചാൽ ഇപ്പോൾ തൽക്കാലം പറ്റില്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ ഈ ടയറിൽ ചെറുതായിട്ട് എയർ കുറവുണ്ട്. ഓടിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചറായാലും നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഓടിച്ച് നോക്കാം നമുക്ക്. ബ്രേക്കൊക്കെ ജാമായിട്ടുണ്ടാവുമേ, കാരണം കുറേ ദിവസമായില്ല ഇട്ടിട്ടാണ്. ഞായറാഴ്ചകളിലെങ്കിലും എടുക്കണം, എവിടേക്കെല്ലാം കൊണ്ടുപോകണം. അങ്ങനെയെങ്കിലും ചെയ്യേണ്ടിയിരുന്നു, പക്ഷേ എങ്കിലും ചെയ്തിട്ടില്ല ഞാൻ. പൂച്ചരണ സാധനം വാലിടുന്ന വണ്ടിയാണ് ഈ വണ്ടി. അതായത് ഈ വണ്ടിയിൽ വരെ കയറുന്നുണ്ട്. വാലിടാതെ നിർത്തുന്ന ആ വണ്ടിയിൽ എന്തായാലും കയറുന്ന ഉറപ്പല്ലാണ്ടോ. പിന്നെ പോരാത്തതിൻ്റെ സീറ്റൊക്കെ ഇവിടെ മാന്തി പൊളിച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് ഈ മാറ്റൊക്കെ നിർത്തിയിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് കഴുകണം. മഴക്കാലം ആയതുകൊണ്ട് എത്ര കഴുകിയാലും കാണില്ല. എന്താ ബോഡിയൊക്കെ ഫുള്ളായിട്ട് കഴുകാനാണ്. പിന്നെ ഇവിടെ നമ്മുടെ വുഡൊന്ന് കയറിയിട്ടോ. ഒരു ദിവസം ഞാൻ റിവേഴ്സ് ഇട്ടപ്പോൾ അവിടെ ആ ഫോണിൽ കൊണ്ടുപോയി കുത്തി. അതിനുശേഷം കയറിയതാണ് ഇവിടെ ഇങ്ങനെ. പിന്നെ ഏതായാലും ഞാൻ ബോഡി ഇറക്കാൻ വേണ്ടി പോവാണ് ഇപ്രാവശ്യം. അപ്പോൾ പിന്നെ ഒന്ന് നൈസായിട്ട് ഒരു ഇളം കഴുകൽ കഴുകാം. ആ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അവനെ തന്നെ ഒരു ഇളം കഴുകൽ കഴുകണം. ഇല്ലാന്നാണെങ്കിൽ അവനെ കഴുകാൻ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റേണ്ടി വരും. നോക്കട്ടെ, ആദ്യം ഞാൻ അവനൊന്ന് ഓടിച്ചോട്ടെ, എന്നിട്ട് ബാക്കി നോക്കണം. ഒന്ന് ഓടിച്ച് നോക്കാൻ ഒന്ന് പാലം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പത്തിന് എനിക്കൊന്ന് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇതേമാരെ ഭക്ഷണം കഴിക്കാൻ നിന്ന് ഗ്യാസ് വരും. അതുവരെ ഇവനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കിടക്കട്ടെ. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നോട്ടെ. എണ്ണ ഉണ്ടാവുക എന്തോ, എണ്ണ മീറ്റർ നോക്കുമ്പോൾ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പെട്രോൾ പമ്പ് പോയിട്ട് 200 റുപ്യേൻ്റെ എണ്ണ അടിച്ചിട്ട് ഒറ്റ വരവ് ആ ഒരു സിസ്റ്റം കാട്ടാം. എന്നിട്ട് വന്നിട്ട് വണ്ടി കഴുകിയിട്ടിട്ട് കുളിക്കാം. ഇത് ചായക്കടി പുട്ടാണ്. പുട്ടക്ക് നല്ല ചെറുപയർ കറിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാളെ തന്നെയൊക്കെ ഇതേമാതിരി രാവിലെ നേരത്തെ നീക്കുന്ന ദിവസം കഴിക്കാത്തതുകൊണ്ടേ പിന്നെ ഗ്യാസ് കയറിയിട്ടാകെ പ്രശ്നമായി. ഗ്യാസ് എനിക്ക് വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട് ഇപ്പോൾ തന്നെ. ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ട്, കാരണം എഡിറ്റിങ് പരിപാടിയൊക്കെ കഴിയണ്ടേ, ഒക്കെ കഴിയണമല്ലോ. അപ്പോൾ നമുക്ക് പുട്ടും ചെറുപയറും കൂട്ടി അടിച്ചിട്ട് ഒരൊറ്റ പോക്ക്. ഈ പുട്ടും ചെറുപയറും കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് വെച്ചാൽ, ഞാൻ കളമാശ്ശേരിയിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ താഴത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് ഈ പുട്ടും ചെറുപയറും. നല്ല മഴ പെയ്യൽ തുടങ്ങി. അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ചായപൊടി കഴിഞ്ഞു. ഞാൻ ഈ വണ്ടിൻ്റെ മാറ്റൊക്കെ ഒന്ന് വലിച്ചിട്ടാലേ വണ്ടി കഴുകൽ ഇനിയിപ്പോൾ സാധ്യമാകും അറിയില്ല. മയം കൊണ്ടിങ്ങനെ കഴുകേണ്ടി വരും. വീടിൻ്റെ ഫ്രണ്ടിലിട്ട് കഴുകൽ അടക്കില്ലേ, ഫ്രണ്ടിലിട്ട് കഴുകിയാൽ ഇപ്പോൾ ഇതിലെങ്ങനെ നനവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
അറിയാലോ, മഴക്കാലത്ത് നമുക്ക് ഉണങ്ങി കിട്ടല്ലോ ഉണ്ട്. ഇതാ അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങി നോക്കാം. ക്ലച്ച് ഔട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഫ്രണ്ടിലേക്ക് ഇടുന്നു. ഇനി ക്ലച്ച് ഔട്ടിയിരുന്നു, അതാ ന്യൂട്രലാണ്. ഇപ്പോൾ ഒന്നുകൂടി വൃത്തി ഔട്ടുന്നു, ബാക്ക് കട്ടുന്നു. ഇനി നമ്മൾ പോകുന്നത് കണ്ണാടിയൊക്കെ ഒന്ന് ലെവലാക്കി വെക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയി തട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ തട്ടാൻ ചാൻസ് ഉള്ളത് ഈ സൈഡാണ്. അപ്പം ഈ സൈഡ് നല്ലതായിട്ട് പൊലിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലച്ച് പൊന്തിക്കുക, ചവിട്ടുക, ഫസ്റ്റ് കിട്ടു, ആക്സിലേറ്റർ. ക്ലച്ച് വല്ല വിടണട്ടോ, വെറുതെ ആക്സിലേറ്റർ വിടുകയല്ലടാ. ക്ലച്ച് ഞാൻ വല്ല വിടണ്ട. ക്ലച്ച് വല്ല വിടുക. ചോട്ടി പഠിക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഒന്ന് ഇറക്കുക വണ്ടിനെ. ലോകം കാണട്ടെ. രാജകീയമായ യാത്ര. ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല. ഞാൻ അധികം ദൂരമൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ സമയം 8:30 ആയതുകൊണ്ട് ഞാൻ പാലം വരെയൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ വരാൻ മതി. പാലം വരെ പോവാം. അത് വണ്ടികളുണ്ടോ നോക്കുക, ഇതൊന്നും ഉറപ്പ് വേണ്ട. തിരിക്കുക. നമ്മൾ സ്റ്റാൻഡിൽ നാസറാക്ക വരുന്നുണ്ട്. നാസറാക്കാനൊക്കെ സൈഡ് കൊടുക്കാം. നമ്മൾ വണ്ടി തട്ടിക്കരുത്. സെക്കൻഡ് ഗിയർ തേർഡാന്ന് തോന്നുന്നു. സെക്കൻഡ് ഇട്ടു, അടിച്ച് പിന്നെ വിടുക. തേർഡ് വൈപ്പറുണ്ട്. വേണോ വേണ്ടുള്ള പരിപാടി ഇക്കാരം. കറണ്ട് എന്നിട്ട് കുറേ ആയില്ലേ, അത് വർക്കാട്ടെ. ഇത് ചെറിയ ഇതുള്ളൂ വൈപ്പർ ഉണ്ടാവും. ഇത് ചെറിയൊരു വൈപ്പർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, കാര്യമായ രീതിയിൽ ഉണ്ടാവില്ല. അയ്യോ, ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാലേ ഇവിടെ വേറെ ഫസ്റ്റ് അനുഭവപ്പെടുന്നു, ഒരു ബ്രേക്ക് ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്തു, ഫസ്റ്റ് ഗിയറിലാക്കിയിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഇറക്കാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തിട്ട് പോവാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് സെക്കൻഡിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ നേരെ തോട്ട് പോകും. അപ്പോൾ ബ്രേക്ക് എന്താ വെച്ചാൽ ബ്രേക്ക് നമ്മൾ ചവിട്ടില്ലല്ലോ. അപ്പോൾ ലൈനറൊക്കെ ഒന്ന് ജാമിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മളെ ഡേക്കന്മാരുണ്ട്, ഓരോ നോക്കണ്ട. വേറെ അടിച്ച് പിന്നെ വിട്. ഓക്കെ, പോക്ക് പോകഞ്ഞ്. ഓക്കെ, ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ചാറ്റൽ മഴയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് തുണി എടുത്ത് തുടച്ചാൽ തന്നെ ബോഡിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ ആയിട്ടുണ്ട് ചാറ്റൽ മഴ കൊണ്ട്. കൊള്ളടാ, കുഴപ്പമൊന്നുമില്ല. ഓടിച്ച് നോക്കുമ്പോഴേ ഇപ്പോൾ സൗണ്ട് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ട്. ഈ നെറ്റ് ഇത് മുറുകുന്നില്ല, അപ്പോൾ ഇത് മാറ്റണം. ഇവിടുന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന സൗണ്ടാണ് നമ്മളുടെ ആ ഒരു കമ്പി. ഇവൻ്റെ ഒരു ചെറിയൊരു അലമ്പുണ്ട്. വേറെ അലമ്പൊന്നും കേൾക്കാനില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. അല്ലാത്ത അലമ്പുകളോ പരിപാടികളോ ഒന്നുമില്ല. ഇതാണിപ്പോൾ കാര്യമായിട്ടുള്ള അലമ്പുള്ളൂ. പിന്നെ ഉണ്ടോ നമ്പറൊന്നുമില്ല, നമ്പറൊക്കെ പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. കൊള്ളാം, സെറ്റപ്പാ. ഇതിൻ്റെ ഉടമസ്ഥൻ വരാറായേ. അപ്പോഴേക്ക് നമ്മൾ വണ്ടി ഉഷാറാക്കണ്ടോ. അപ്പോൾ അതാട്ടോ നമ്മളെ പാടത്തെ നമ്മൾ ചെക്കനെ നിർത്തിക്കണ്ട. ഹെയിലൊക്കെ പോയ വണ്ടിയാ. എന്താ കൊള്ളാം, അടിപൊളി. എന്നാൽ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് മറ്റേ വണ്ടി കഴുകട്ടെ. കഴുകിയിട്ട് വേണം നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങും. പൈപ്പിൽ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും നൈസായിട്ടൊന്ന് കഴുകി തുടച്ചിട്ട് അത് കയറ്റിടാം. അതാവും നന്നാവാം. ഡിസ്കൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി പെയിൻ്റ് അടിച്ച് കിട്ടിയതാണ്. എങ്കിൽ എന്ത് ചെയ്യാൻ, ചെളിയാണ്. നൈസായിട്ട് വെള്ളം അടിക്കുന്നു, തുടക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ പരിപാടിയില്ല. വലിയ പരിപാടിക്ക് സമയമല്ല, നമുക്ക് ഓടാൻ പോകണം. ഡ്യൂട്ടിക്ക് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. വലിയ പരിപാടി വേണ്ടത്. ഇങ്ങനെ കാട്ടിയാൽ തന്നെ ഇത് ക്ലിയർ ആവും വണ്ടി. പുതിയ പെയിൻ്റ് അല്ലേ, പച്ച വെള്ളം മതി, പച്ച വെള്ളം. ഓക്കെ, ആടാ ഓസിയാടി അല്ലാത്തയാടി. ഇതൊക്കെ തന്നെയാണ് ഈ പണികളുടെ പ്രശ്നം. ഇതെന്താ വെച്ചാൽ ഫ്ലാറ്റിക്ക് വല്ലാതെ കയറി ചവിടാം. മാറ്റ് വാങ്ങിയിരുന്നത്, പിന്നെ മാറ്റും കൂടി വാങ്ങിയിട്ട് അടിപൊളിയായി. മാറ്റില്ല ഈ വണ്ടിക്ക് മാറ്റില്ല. അതിൻ്റെ മാറ്റ് പറ്റില്ല. ഇത്രയും ചൊറുക്ക് കൂട്ടിയിട്ട് ഞാൻ മാറ്റ്
പഴയതിട്ടാലേ ഈ രസം കിട്ടൂല, ആകെ കീറിപ്പോൾ ഞാൻ. കുളിച്ചിക്കണോ? 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 മദ്രസ കഴിഞ്ഞ് വരികയാണേ, നമ്മൾ അയലക്കത്തുള്ള കുട്ടിയാണ്. ഇല്ലെങ്കിൽ കുളിപ്പിക്കുക നമുക്ക്. പാഞ്ഞ ഓക്കെ, ഇതാണ് കഴുകേണ്ടത് കാര്യമായിട്ട്. ഇതിനാണ് ചളി കൂടുതൽ ഇങ്ങനെ കൊണ്ടാവുന്നത്, മറ്റേ പിന്നെ പൊടിയാണ്. ഏതായാലും 2 വണ്ടിയും ഇനി ഒറ്റയടിക്കും തുടച്ചെടുത്തിട്ട് കയറ്റട്ടെ, എന്നിട്ട് ഞാൻ കുളിക്കട്ടെ, എന്നിട്ട് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ പ്രൈവറ്റ് ഞാനിവിടെ ഇങ്ങനെ ചെരിച്ചാണ് നിർത്തിയിട്ടുള്ളത്, കാരണം ഈ ഫ്ലാറ്റൊക്കെ നനഞ്ഞടക്കല്ലേ. ഉണങ്ങിക്കോട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റിയിടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി തുടച്ചിട്ടുണ്ട്. ഇപ്പോൾ സീറ്റൊക്കെ കളറായില്ലേ. ഈ സീറ്റ് ചാര് തൊട്ടിട്ടില്ല കേട്ടോ, ചാരുമ്പോൾ പൂച്ചാൾ ഇറങ്ങിയ പാടുണ്ട്. എന്നാലും ചീണ്ടിയിട്ടില്ല, കീറിയിട്ടില്ല. ഇതിൻ്റെ ഉടമസ്ഥ ഇതുപോലെ കാണുകളൊന്നും കാട്ടാക്കട്ടെ. എന്തിയാവും ഇവിടെയൊക്കെ ആണെങ്കിൽ നൈസായിട്ടും ചളി കളഞ്ഞിരിക്കണം. ഫുള്ളായിട്ട് വെച്ചിട്ടില്ല, മഴയാണ് പേര്. ടൈമില്ലടോ, ഇപ്പോൾ തന്നെ ടൈമുണ്ടോ, 9:40 ഇനി മാറ്റ് കണ്ടും കയറ്റിവിടുന്നു പോകുന്നു. അപ്പോൾ ചെങ്ങന്മാർ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, നേരെ പമ്പിലേക്കാണ്. നമുക്ക് പമ്പാണ് ആദ്യം വേണ്ടത്, കാരണം ഇന്നലെ ഞാൻ ഒരു തുള്ളി എണ്ണ അല്ലാതെയാണ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. ഞാൻ എണ്ണ അടിക്കണം എന്നൊക്കെ കരുതിയായിരുന്നു, പക്ഷേങ്കിൽ പിന്നെ അത് പറഞ്ഞ് നാട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ആകെ വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്ക് നേരെ പമ്പിൽ പോവാം. ഒരു 250 അടിക്കാം, 250 റുപ്യേൻ്റെ എണ്ണ അടിക്കാം. ഇപ്പൊ നിന്റെ വണ്ടിയിൽ കാലിയാണ് എണ്ണ ഞാൻ കാണിച്ചു. ഇത്ര ഉള്ള എണ്ണ എന്താ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇനി 250 റുപ്യക്ക് എണ്ണ അടിച്ചാൽ എത്ര രൂപയാവും എന്നുള്ളത്, എത്ര രൂപയാവും എന്നല്ല, എത്ര എണ്ണ കയറും എന്നുള്ളത് നോക്കാം. എന്നിട്ട് അത്ര എണ്ണയിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളത് അതും നോക്കാം. മനസ്സിലായില്ലേ? ഏതാണ്ട് ടാങ്ക് കാലി തന്നെ. ഇതിലിപ്പോൾ ഏതാണ്ട് ഒരു 30 റുപ്യൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അത്രയും താഴ്ന്നാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളുടെ 250 റുപ്യക്ക് അല്ലെങ്കിൽ 200 റുപ്യക്ക് എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളതൊക്കെ. ഓട്ടം ഉണ്ടെങ്കിട്ടാ, അല്ലാതെ ആ എണ്ണ അവിടെ തന്നെ കിടക്കും. പിന്നെ പ്രൈവറ്റ് വണ്ടിയുടെ ഞാൻ കരുതിയിരുന്നു ഇതെങ്ങനെ കിടക്കല്ലേ, കേബിളുകളൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടാവും, ഗിയർ കേബിളോ ക്ലച്ചൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടാവും. ഒരു പ്രശ്നമല്ല. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഒരു ഇത് തോന്നിയത് ബ്രേക്കായിരുന്നു. ബ്രേക്ക് പിന്നെ തന്നെ 2 പമ്പ് ചെയ്യലും ചവിട്ടലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്ക് ബ്രേക്കും പക്കയായി. 250. ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാർ സാധാരണ എത്ര റുപ്യക്കൊക്കെ അടിക്കല്? 300-400 അടിക്കും. അതേമാതിരി 100-100 രൂപ അടിക്കില്ലേ? സഫീർ അടിക്കും. ഇവിടെ തന്നെ അടിച്ചോളൂ. അത്രേ ഉള്ളൂ. നമ്മള് 250. അങ്ങനെയെങ്കിൽ 250 റുപ്യന്റെ എണ്ണ കയറിയിരിക്കണ്. മീറ്റർ പൊന്തട്ടെ, സ്റ്റാൻഡ് എത്തുമ്പത്തിന് പൊന്തും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര മീറ്റർ പൊന്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ. മഴയൊക്കെ പെയ്യുന്നുണ്ട്. രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്നാണ് പൈസ ചെലവായിട്ടുള്ളത്. എനിക്ക് അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്ന ദിവസമൊക്കെ തോന്നുന്നു അധികം ചെലവാണ് കൂടുതൽ വരാറ്. നോക്കണ്ട, എല്ലാ ദിവസവും അങ്ങനെ ആവൂല. ഇന്ന് അങ്ങനെ ആവൂല, നമ്മൾ നല്ല ഓടും. അത് ഓട്ടത്തിന്റെ അത് 10 റുപ്യ കഴിഞ്ഞിട്ടും വരും. അങ്ങാടിയിൽ നല്ല ബ്ലോക്കാണ് മക്കളെ. ഞാന് നിലമ്പൂർ റോട്ടുമൊക്കെയായിരുന്നു ആ കയറിയ ആള്. അപ്പൊ അദ്ദേഹത്തിന് എന്താ നടക്കാൻ വയ്യ, ഒന്ന് അങ്ങോട്ടേക്ക് ആക്കി തരുമോ വെച്ചാൽ അങ്ങനെയായിരുന്നു പരിപാടി. ഏതായാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ സ്റ്റാൻഡിൽ കൂടെ കയറിയിട്ടാണ് ഇറങ്ങിയാൽ നമ്മുടെ സ്റ്റാൻഡിൽ എത്തും. എത്രയെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ചില്ലറകൾ വന്നിട്ടുണ്ട്. 10 റുപ്യന്നെ ഉള്ളു. 2 റുപ്യന്റെ 1-2 അങ്ങനെ 10 റുപ്യ. കുഴപ്പമില്ല. ശരിക്കും നമ്മൾക്കത് ലോക്കലാണ്, നമുക്കൊരു ലോക്കൽ ട്രിപ്പാണത്. പക്ഷെ നമ്മളോട് ഇങ്ങനെ പറയല്ലേ, എന്നൊന്നും അങ്ങോട്ട് ആക്കി തരുമോ, കാലുകൊണ്ട് നടക്കാൻ വയ്യ, സുഖമില്ല, വിറക്കാണ് അങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുവിടാക്കുക. കഴിഞ്ഞിട്ടും 10 ഇടാം. അതുകൊട്ടെ ഞാൻ അടുത്ത സ്റ്റാൻഡിലാണെങ്കിൽ വണ്ടികൾ കുറവാണ്. ആകെ മൂന്ന് വണ്ടിയുള്ളൂ അല്ലേ? 3 വണ്ടിയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം വല്ലാതെ കെട്ടിക്കൊടുങ്ങാതെ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 4ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ. ചെങ്ങന്മാരെ ഒരു ചെറിയൊരു ക്ഷേത്രത്തേക്കായിരുന്നു നമുക്ക് ട്രിപ്പ് കിട്ടിയേട്ടാ. കുറെ തറകളൊക്കെ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം. എന്താ പറയാ, നമ്മളുടെ ഇത് 3ാമത്തെ ട്രിപ്പാണ്. ഫസ്റ്റ് നമ്മളൊരു 40 പോയി, സെക്കൻഡ് നമ്മളൊരു 40 പോയി. ഇത്
ഞാൻ നോക്കിയില്ല, അത് അദ്ദേഹം കറക്റ്റ് തരലുണ്ട്. 70 ട്രിപ്പായിരുന്നു, 70 കറക്റ്റ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഓട്ടോ സ്റ്റാൻഡ്. എങ്ങനെ ലൈനിൽ കയറും വണ്ടി? ഇവിടൊക്കെ കയറാം, ഇവിടൊക്കെ തന്നെ എവിടെയൊക്കെ കയറേണ്ടി വരും. അവിടെ വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ, വേറെ വണ്ടികളില്ലെങ്കിൽ ഇവിടെ എവിടെയൊക്കെ കയറണം. ഓക്കെ. ആഹാ, അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. കുറച്ച് ലോങ്ങിലൊക്കെ പോയി എടുക്കേണ്ടി വരും. അതിശക്തമായ മഴയാണ്, പെയ്യട്ടെ. കുറെ ആയി ഇവിടെ മഴ പെയ്തിട്ട്. നമ്മളുടെ മുഖ്യമന്ത്രി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അതുകൂടി കേൾക്കാം എന്ന് കരുതി ഹെഡ്സെറ്റിലേക്ക് കേൾക്കുന്നുണ്ട് ഞാൻ. അദ്ദേഹം സംസാരിക്കട്ടെ, അതും കേൾക്കേണ്ടിയാണ്. നല്ല മഴയും കാണാം, നല്ല ബ്ലോക്ക് ഉണ്ട്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി പോവുന്നു. ഈ ഒരു കോറിയിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക്. അന്ന് ഞാൻ ആ ഒരു കോറിന്റെ അതിനകത്ത് കൂടെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് കണ്ടതായിരുന്നു. അന്ന് നിങ്ങളെയും കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നത്. ഇല്ലാതാണ് ഒരു ദിവസം വരണ്ട കേട്ടോ. നല്ല രസമാണ്. മുമ്പൊക്കെ ഞങ്ങൾ ഇതിൽ വന്ന് ചാടി കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ കുളിക്കാൻ വേണ്ടി പറ്റും, അത്രയും മോശമായിട്ടൊരു വെള്ളം. ഇതിൽ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് റോഡ് കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ പാട്ട് പോകും. ചെങ്ങായിമാരെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ കാക്ക ഗൾഫിൽ നിന്ന് വന്നാറ്. നമ്മളുടെ സ്വന്തമൊക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പൊ അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന്റെ വൈഫ് വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് വിട്ടതാണ്. റിട്ടേൺ പോവാണ്. മമ്പാടാണ് അദ്ദേഹത്തിന്റെ വൈഫ് വീട്. അപ്പൊ റിട്ടേൺ പോവാണ്. ഇവിടേക്ക് ഏതാണ്ട് 250 രൂപയോളം വരുന്ന ഒരു ട്രിപ്പാണ്. പിന്നെ ഈ ഒരു മമ്പാട് എടവണ്ണ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്. മരങ്ങൾ, ധാരാളമായിട്ട് മില്ലുകൾ ഉണ്ടാവും ഈ ഏരിയയിലൂടെയൊക്കെ. ഈ ചാലിയാറിന്റെ ഒക്കെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഈ മമ്പാടിനെയും എടവണ്ണനെയൊക്കെ നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് മമ്പാടും എടവണ്ണയും ചാലിയാറിന്റെ തീരത്തുള്ള പ്രദേശങ്ങളാണ്, ടൗണുകളാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഈ ചാലിയാറിലൂടെ മരങ്ങൾ കടത്തിയിരുന്നതായിട്ടും മരങ്ങൾ ചെങ്ങാടങ്ങളാക്കിയിട്ട് കൊണ്ടുപോയതും മരങ്ങൾ മോഷ്ടിക്കാനായിട്ട് കള്ളന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ആ വഴിയല്ല കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഞാൻ ആ മരങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയെന്നാണ്. നമുക്ക് പോകാനുള്ളത് ഈ വഴി തന്നെയാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ നിലമ്പൂർ കാടുകളിൽ നിന്നും വലിയ വലിയ വൃക്ഷങ്ങൾ മുറിച്ച് മോഷ്ടാക്കളും ഉണ്ടായിരുന്നു. അല്ലാതെ ബ്രിട്ടീഷുകാർ മുറിക്കുന്നതുണ്ട്, അല്ലാതെ മുറിക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരധികം ചെയ്തിരുന്നത് ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള മരങ്ങൾ മുറിച്ചിട്ട് പുഴയിലേക്ക് തള്ളിയിടുകയും എന്നിട്ട് ഈ പറഞ്ഞതുപോലെ മമ്പാടിന്റെയും നിലമ്പൂരിന്റെയും തീരപ്രദേശത്ത്, അതായത് കരയിൽ കയറ്റി വെക്കുകയും അങ്ങനെ ഇവിടെ തന്നെ സെയിലാവുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, റോഡ് അക്കാലത്ത് മഞ്ചേരി ഭാഗത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് ഇതുവഴി ഗതാഗത മാർഗം ഇതുവഴി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ബ്രിട്ടീഷുകാരും ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വീട്ടിലെത്തിയ ഭക്ഷണം കഴിക്കൽ റെഡിയൊക്കെ കഴിഞ്ഞിട്ടാ. ഞാൻ ഈ വണ്ടിനെ നൈസായിട്ട് ഇതിൻ്റെ അധീനത്തേക്ക് നകത്തൊക്കെ ഉണ്ട്. ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഉണങ്ങി, എല്ലാ ഭാഗവും ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സ്പോട്ടിലേക്കാണ് നിർത്തിയിടുക. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററി ഊരി വെക്കുകയാണ് ഞാൻ. ഓനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടാണ്ടേ ഒരു 3 മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടാ. 2ാം റൗണ്ട് കളി. ഫസ്റ്റ് റൗണ്ട് നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. 500 രൂപ. 500 രൂപ തികയില്ല. 490 രൂപ. 490 രൂപയ്ക്കാണ് ഉച്ചവരെ നമ്മൾ ഓടിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 2ാം റൗണ്ട് കളി. 2ാം റൗണ്ട് കളി നമുക്കൊരു ഇതേ റേഞ്ചിൽ തന്നെ പിടിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിലൊക്കെ നല്ല പെർഫോമൻസ് ആവും. പൂളപ്പൊരിക്കാരൻ്റെ അടുത്ത് കോടമഞ്ഞ് ഉണ്ടാ. പൂളപ്പൊരിക്കാരൻ എണ്ണയിലേക്ക് പൂള ഇടുമ്പോൾ കോട. സ്റ്റാഡിലാണ് വണ്ടി ഇങ്ങനെ തള്ളണം. ഇങ്ങനെ ഓരോരോ അന്തം പെട്ട വീഡിയോകളൊക്കെ കാണും. അതേപോലെ തന്നെ 250 റുപ്യൻ്റെ എണ്ണ അടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അപ്പൊ ഏതാണ്ട് അര ടാങ്കിന്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പൊ ഇങ്ങോട്ടന്നെ എത്തി. അത് കുറച്ചും കൂടി ഉള്ള എണ്ണ. അപ്പൊ ഇനി അടുത്തതായിട്ട് പമ്പിൽ കയറണം. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വെച്ചാല് ഒരു 500, 530, 560 റുപ്യൊക്കെ 250 റുപ്യൻ്റെ എണ്ണ ഓടിയതെന്നുള്ള. നമ്മളെ കുക്കുവിന്റെ വീടിന്റെ അവിടേക്ക് ഒരു ട്രിപ്പ് കിട്ടി അങ്ങാടി. അതായത് അവന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വിവാഹമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട് തന്നെ. അപ്പോ അവന്റെ പെങ്ങളാണ്, ഫ്രണ്ടിന്റെ പെങ്ങള്. അവളെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഒരു 100 രൂപ ട്രിപ്പ്. എന്താ പറയാ, ഇനിയിപ്പോ കല്യാണത്തിനും വരണം, കല്യാണമുണ്ട്. പക്ഷെ അവിടെ വീട്ടിലൊന്നും ഇറങ്ങിയില്ല ഞാൻ. അവിടെ ഒന്ന് കുറച്ചൊന്ന് വർത്താനം പറഞ്ഞു. ഇറങ്ങാൻ എനിക്ക് സമയമല്ല. ഒരു ലോക്കിലും കൂടി ഞാൻ ഏറ്റിട്ടുണ്ട്.
ചെങ്ങന്മാരെ സമയം എന്ന് പറയുന്നത് 4:50 ഒരു 200 റുപ്പിയുടെ ട്രിപ്പ് പോയി പോരാണ്. ഒറ്റ ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്ക് ഇത് അപ്പ് ആൻഡ് ഡൗണാ. 6.5 കിലോമീറ്റർ ദൂരത്തേക്ക് പോയത്. 6.5 കിലോമീറ്റർ ദൂരത്തേക്ക് 6.5 × 30 അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടും 222 എന്താ കിട്ടാ. നമ്മൾ 200 റുപ്യ വാങ്ങി ഏതായാലും കിട്ടി ബോധിച്ചു. ഇനി നമ്മളുടെ പരിപാടി എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ നമ്മൾ രാവിലെ ഞങ്ങളെ കാണിച്ചില്ലേ ആ പോയിന്റിക്ക് എത്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 5 3 8 $9 റുപ്യക്ക് നമ്മൾക്ക് 250 രൂപയുടെ എണ്ണക്ക് ഓടാം. മനസ്സിലായില്ലേ? ഞാൻ നേരെ പമ്പക്ക് എത്ര ഇടാം ഞാൻ ശരിക്കും ഒന്നുകൂടി കാണിച്ചു തരാം എവിടെ വരെ എത്തിക്കണെന്നുള്ളത്. അപ്പൊ രാവിലെ ഇങ്ങാക്കിയ എത്ര താണത് കാണിച്ചു അതേപോലെ തന്നെ അവിടെ ഇപ്പോഴും താണത്. ഇപ്പൊ കണ്ടങ്ങള് നമ്മൾ 250 റുപ്യന്റെ എണ്ണ അടിച്ചിട്ട് ഏത് ലെവലിലേക്ക് സൂചിക്കണമെന്ന്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ $9 റുപ്യക്കാണ് ഓടാൻ വേണ്ടിട്ട് പറ്റുക. മുമ്പൊക്കെ പറഞ്ഞ 250 റുപ്യന്റെ എണ്ണ ഉണ്ടെങ്കിലല്ല പേരുവോട്ടോടെ നീങ്ങണമില്ല. സ്റ്റാൻഡിലാണ് വണ്ടി തള്ളണം. തള്ളിക്കൊണ്ടിരിക്കുവാണ്. എന്താ പൊളി. സമയം 7 മണി കേട്ടോ. 7 മണി ആയിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇതിന്റെ അവസാന ട്രിപ്പായിട്ട് ഞാൻ ചിലപ്പോ കാണും. കാരണം എന്താ വെച്ചാല് വരും ബ്ലോക്കാ. കുറെ നേരെ ബ്ലോക്കിൽ നിന്ന് ഇങ്ങനെ കച്ചിങ്ങലൊക്കെ വാൻസ് തുടങ്ങി. മഴയും പെയ്തിട്ടേ കാലൊന്നും ഉണങ്ങണമെന്നല്ല. ഞാൻ സീറ്റ് കയറ്റി വെച്ചതിന്റെ കാര്യം ബ്ലോക്കും പിരാണ്ടാവാൻ. ഏതായാലും നമ്മൾ കുറച്ച് ചില്ലറക്കൊക്കെയാണ് ഉച്ചക്കാശം ഓടിയത്. അത് കുഴപ്പമില്ല. ചിലപ്പോ നിർത്തും ഞാൻ. മഴയാണെങ്കിലും തിരക്കടില്ല. മഴയാണെങ്കിൽ ഓട്ടണ്ടാവും. പക്ഷെങ്കിൽ ബ്ലോക്കാണ്. ചോറും ചപ്പാത്തി കൊള്ളാം. സമയം 9:20 ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരുന്നുള്ളൂ. മുടി വെട്ടണമെങ്കിൽ മുടി വെട്ടാൻ മറന്നു. നാളെ ഇന്ന് ബ്രസീലിൻ്റെ കളീൻ്റെ ദിവസമാണ്. 9:25 10:30 അപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ സെറ്റാകട്ടെ. ഭക്ഷണം വെച്ചിട്ട് കളി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ജയിക്കൂലേ എന്താ അറിയില്ല. ജയിച്ചിട്ടില്ലെങ്കിൽ നാളെ അങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വേണ്ടി നാളെ വരാം. ടാറ്റാ ബൈ ബൈ. എത്ര റുപ്യക്ക് ഓടിയെന്ന് പറയാൻ മറന്നു. 1100 കേട്ടോ. 1100 റുപ്യ ഓടിയാണ്. വീണ്ടും ബൈ.